ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്കും അതുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഫേസ് പാക്കുമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ ഫേസ് പാക്ക് എനിക്ക് സൂപ്പർ റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആരോഗ്യത്തിന് ദോഷകരമായ കൊഴുപ്പും അതുപോലെ തന്നെ അമിതവണ്ണവും ഒക്കെ തടയാൻ സഹായിക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ 10 മിനിറ്റിൽ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ട്രിക്കും പറയുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് കുടിക്കേണ്ടത്, അതായത് മത്തങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് അവർ കുടിക്കേണ്ടത്, അതായത് ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ പോകാനും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റാനുമായിട്ട് അവർക്കും ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ്. ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ പോകാനും സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ടും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഇന്നത്തെ വീഡിയോ. മത്തങ്ങയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ മതി കേട്ടോ, ഒരുപാട് എടുക്കണമെന്നില്ല. മത്തങ്ങ കഴിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാനായിട്ട് മത്തങ്ങ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. അടുത്തായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ അരിച്ചുപയോഗിക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് തേൻ ചേർത്ത് കുടിക്കണോ പഞ്ചസാര ചേർത്ത് കുടിക്കണോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ടേസ്റ്റിലല്ല കാര്യം, അവർ ആ വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇനി വെയിറ്റ് ഒന്നും കൂട്ടണ്ട എന്നുള്ളവർക്ക് ഇതെങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചാൽ, മത്തങ്ങ നമ്മൾ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം മത്തങ്ങയും ആവശ്യത്തിന് പാലും, ഇത് കുറച്ചൊരു ജ്യൂസ് ആവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാല്, 1 ഗ്ലാസോ പാല് കൂടി ചേർത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു മത്തങ്ങ മിൽക്ക് ഷേക്ക് ആയിട്ട് കിട്ടും. പാല് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ 2 ഏലക്ക കൂടി നമുക്ക് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കുട്ടികൾക്ക് അതുപോലെ സ്കിൻ ബ്രൈറ്റ് ആകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മത്തങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കുഞ്ഞ് ഫേസ് പാക്ക് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണ് തൈര്. തൈര് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഈ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ തൈരാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ സോഫ്റ്റ് ആക്കാനും ഒക്കെ പറ്റിയൊരു പാക്കാണിത് കേട്ടോ. അപ്പോൾ ലേശം തേൻ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുക. അതിനുശേഷം ഇത് തുടച്ച് കളയുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക. ഇത് മുഖക്കുരു വരുന്നവരൊക്കെ ആണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട് കേട്ടോ. ഈ ഒരു ഫേസ് പാക്കിൽ യാതൊരു ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലില്ലാത്തതില്ല, എല്ലാം തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നല്ല റിസൾട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന വിധം പറഞ്ഞില്ലേ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും ഒരു കഷ്ണം ക്യാരറ്റും കൂടി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. സ്കിൻ നാച്ചുറലി നല്ല ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫേസ് പാക്കൊക്കെ ഇടുക, അതിനോടൊപ്പം തന്നെ ഈ ഒരു ജ്യൂസ് കൂടി കുടിക്കുകയാണെങ്കിൽ കിടിലൻ റിസൾട്ടാണ്. അപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതുകൂടി ചെയ്യുക. നമ്മൾ ചെയ്യുന്ന മറ്റു ഹോം റെമഡീസിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം 1 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സ്കിന്നിന് കാണാൻ പറ്റും. അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ചെയ്യുക. കാര്യം അവരുടെ ശരീരത്തിലും ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ എത്തേണ്ടതുണ്ട്, വൈറ്റമിൻസൊക്കെ എത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് മറ്റ് അസുഖങ്ങൾക്ക് വഴിവെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അതുപോലെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.